നമസ്കാരം ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ചെയ്യാൻ പോകുന്ന റിവ്യൂ ഒരു ഇംഗ്ലീഷ് ബുക്കിൻ്റേതാണ്. ഭാരതത്തിൻ്റെ ചരിത്രം 2500 വർഷം പുറകോട്ട് പോയാൽ വ്യക്തമല്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് ഈ പുസ്തകം. ശങ്കർ എൻ കശ്യപ് എഴുതിയ ഹറപ്പ 3 3 ബുക്കുള്ള സീരീസാണ്. അതിലെ ദ ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന കഥയാണ്. ദ ബാറ്റിൽ ഓഫ് 10 കിങ്സ്. ദ ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന ചരിത്രത്തിലെ കഥ. ഈ കഥ ഉള്ളത് ഋഗ്വേദത്തിലാണ്. ഋഗ്വേദത്തിലെ കഥയാണ്. കൂടാതെ വിദേശ സാഹിത്യങ്ങളും ഇതര മതങ്ങളിലുമൊക്കെ ഇതിനെപ്പറ്റി പരാമർശമുണ്ട്. ദ ബാറ്റിൽ ഓഫ് 10 കിങ്സ്. അതിൻ്റെ കഥ സംക്ഷിപ്തമായി ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ മലയാളത്തിൽ എഴുതി വച്ചിരുന്നു. അത് ഇപ്രകാരമാണത്രേ. ഈ ബാറ്റിൽ ഓഫ് 10 കിങ്സിനെ 2 മഹാന്മാരായ ഭാരതത്തിലെ മഹർഷിമാർ വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള ഒരു മാന്യത നിറഞ്ഞ യുദ്ധമായിട്ടാണ് കാണേണ്ടതെന്ന് തോന്നുന്നു. വിശ്വാമിത്രൻ വസിഷ്ഠനെ പോലെ ബ്രഹ്മർഷിയാകാൻ മോഹിച്ചു അത്രേ. അദ്ദേഹം വസിഷ്ഠനോട് പരാജിതരായി തപസ് ചെയ്യാൻ പടിഞ്ഞാറ് സമുദ്രതീരത്ത് പോയി. ഇങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അവിടെ വെച്ച് ചയമന എന്ന ചക്രവർത്തി അദ്ദേഹത്തെ വന്ദിക്കുകയും തനിക്ക് വിജയം നേടിത്തരാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശ്വാമിത്രനോടാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം അപേക്ഷ സ്വീകരിച്ചു. അതായിരുന്നു അന്നത്തെ രീതി. അദ്ദേഹത്തിന് രാജാവിനോട് സ്നേഹാദരങ്ങൾ തോന്നി. പിന്നീട് ഈ രാജാവ് 10 കിങ്സ് എന്ന കോൺഫെഡറേഷൻ രൂപീകരിച്ച പാശ്ചാത്യ രാജാക്കന്മാരോട് ഐക്യദാർഢ്യം പുലർത്തി സുദാസ എന്ന രാജാവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതത്രേ ദ ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന പേരിൽ അറിയപ്പെട്ടത്. തനിക്കുണ്ടായ പരാജയം വിശ്വാമിത്രൻ വെല്ലുവിളിയായി സ്വീകരിച്ചു. 10 കിങ്സ് എന്ന കോൺഫെഡറേഷൻ രാജാക്കന്മാരെ അദ്ദേഹം കൂടെ ചേർത്തു. ചയമനയുടെ യുദ്ധത്തിന് പൗരോഹിത്യം നൽകി. വിശ്വാമിത്രന് ഇന്ദ്രനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. വസിഷ്ഠൻ ഇന്ദ്രപ്രീതി ചെയ്ത യുദ്ധത്തിൽ വിജയം വരിച്ച കഥ ഇങ്ങനെ. വസിഷ്ഠൻ വിശ്വാമിത്രനെ പരിഹസിച്ചില്ല എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ പക്വതയാർന്ന മനസ്സ് കാണിച്ചു തരുന്നു. ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന വിശ്വാമിത്രൻ തപസ് ചെയ്ത് പാരലൽ വേൾഡ് സ്ഥാപിച്ചു എന്നാണ് കഥ. എന്നാൽ അദ്ദേഹത്തെ വിശ്വാമിത്രൻ എന്ന് വിളിക്കുന്നു. വിശ്വാമിത്രൻ. ഈ കഥയിൽ അവസാനം വസിഷ്ഠൻ്റെ സുദാസ എന്ന ക്ഷത്രിയ രാജാവ് യുദ്ധം ജയിക്കുന്നതായി ഡാം തകർക്കുന്നു. മഴ പെയ്ത് തകരുന്നു. ഇതാണ് അവസാന ക്ഷത്രിയ രാജാവിൻ്റെ ചക്രവർത്തി പദം. മൗര്യന് ശേഷം നടന്ന യുദ്ധക്കൊതിയന്മാരുടെ സംയുക്ത ശ്രമമാണ് ഈ കഥയിൽ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ചരിത്രം നോക്കിയാൽ ചന്ദ്രഗുപ്ത മൗര്യൻ അലക്സാണ്ടർക്കെതിരെ യുദ്ധം ചെയ്ത് അലക്സാണ്ടറെ തോൽപ്പിച്ചു. ആ കാലഘട്ടമാണത്. അലക്സാണ്ടറെ മൗര്യൻ്റെ ആധ്യാത്മഗുരുവായ ചാണക്യൻ്റെ തന്ത്രങ്ങൾ കൊണ്ടും മൗര്യൻ ഭാരതത്തെ സംരക്ഷിച്ചുവെന്നും അലക്സാണ്ടറുടെ പരാജയത്തിന് ശേഷമുണ്ടായ സംഭവമാണ് ഈ സംഭവം. ദ ബാറ്റിൽ ഓഫ് 10 കിങ്സ്. അവിടുത്തെ പാശ്ചാത്യരുടെ ഇടയിലുള്ള 10 രാജാക്കന്മാർ ഭാരതത്തിലെ ചയമന എന്ന രാജാവിനോട് ചേർന്ന് സുദാസ എന്ന ചക്രവർത്തിയോട് യുദ്ധം ചെയ്യാൻ ഒരുമ്പിട്ട് നിന്നു. ഇത് അദ്ദേഹം ചയമന അംഗീകരിച്ചു. കാരണം അതിനു മുമ്പുള്ള ഇവരുടെ കാലത്ത് യയാതി എന്ന രാജാവ് ഭാരതത്തെ 5ആയി പകുത്തുവെന്നും പിന്നീട് പിൽക്കാലത്ത് ആ രാജ്യങ്ങളിൽ അസംതൃപ്തി വന്നു എന്നാണ് കഥ. അങ്ങനത്തെ ഒരു കഥയാണ് ഈ കഥ, ബാറ്റിൽ ഓഫ് 10 കിങ്സ്. അതിൻ്റെ തുടക്കത്തിൽ അത് പല അധ്യായങ്ങളിലായി കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായി എഴുതിയ, നല്ല ഭാഷയിൽ എഴുതിയ, നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ പുസ്തകമാണ്. പല പല രാജാക്കന്മാർ പല പല ദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. അപ്പം അതെ, അതിൽ 10 അധ്യായങ്ങളിലായി കൊടുത്തിട്ടുണ്ട്. ആദ്യം പറയുന്ന കഥയാണ് വസിഷ്ഠനും വസിഷ്ഠൻ്റെ മുന്നിൽ പരാജിതനായി എന്നും തനിക്ക് തപസ് ചെയ്ത് ബലം നേടണം തീരുമാനിച്ച അദ്ദേഹം പടിഞ്ഞാറ് സമുദ്രതീരത്തേക്ക് പോയി എന്നാണ് കഥ. അവർ തമ്മിലുള്ള അദ്ദേഹത്തിന് ബ്രഹ്മർഷിയാകണമായിരുന്നു. അത് പിന്നീട് വസിഷ്ഠൻ മഹർഷി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ബ്രഹ്മർഷിയെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആയുധം ഉപേക്ഷിച്ച് അദ്ദേഹത്തെ വന്ന് വന്ദിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. വിശ്വാമിത്രനെ അദ്ദേഹം ഏറ്റവും വലിയ മഹാനായ മഹർഷിയായി പിന്നീട് അറിയപ്പെടുന്ന വിശ്വാമിത്രൻ എന്ന പേര് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ കാലത്ത് നടന്ന കഥയാണത്. ഭാരതത്തിലെ 2 അധികായന്മാരായ മഹർഷിമാർ തമ്മിൽ
ബലാബലം നടന്നുവെന്നും എങ്കിലും അവർക്ക് ധർമ്മബോധമുണ്ടായിരുന്നു എന്ന് തന്നെ വ്യക്തമാണ് കഥയിൽ നിന്ന്. ആ കഥയാണ് ഈ കഥ. അന്നുണ്ടായിരുന്ന രാജാവിൻ്റെ പൗത്രൻ ആയ സുദാസയെ രാജാവായി നിയമിക്കാൻ വസിഷ്ഠ മഹർഷി തീരുമാനിക്കുക ചെയ്യുന്നത്. ഇദ്ദേഹത്തിനാണ് യുദ്ധം ചെയ്യാനുള്ള കഴിവുള്ളത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛനായ രാജാവ് അച്ഛൻ്റെ അച്ഛനും തുടർന്നുള്ള പരമ്പരയാണത്. അദ്ദേഹത്തിന് കുറച്ചും കൂടി സമാധാനപ്രിയനായിരുന്നു എന്നും അദ്ദേഹം യുദ്ധം ചെയ്ത് പരിചയമില്ല എന്നും ഒക്കെ എന്ന് തോന്നിയിരുന്നു. അങ്ങനെയാണ് വസിഷ്ഠ മഹർഷി തീരുമാനത്തിൽ സുദാസ എന്ന തികഞ്ഞ വീരനെ രാജാവാക്കി അദ്ദേഹം യുദ്ധം ചെയ്ത് ശത്രുക്കളെ തോൽപ്പിക്കുന്നതാണ് അവരുടെ തീരുമാനം. അപ്പം ഇദ്ദേഹം വിശ്വാമിത്ര മഹർഷി പടിഞ്ഞാറ്, ഇവർ കിഴക്ക് ഭാഗത്ത്, ഇത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് ഭാരതത്തിൻ്റെ. അപ്പം അദ്ദേഹം കിഴക്ക് പോയി സമുദ്രതീരത്ത് തപസ് തുടങ്ങുകയും അദ്ദേഹത്തെ ഈ ചയമന എന്ന രാജാവ് സമീപിക്കുകയും തിരിക്ക് ജയം നേടിത്തരാൻ അപേക്ഷിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഈ 10 രാജ്യങ്ങളുടെ കോൺഫെഡറേഷൻ രൂപവൽക്കരിച്ച് പാശ്ചാത്യരുടെ മുഴുവൻ ഈസ്റ്റും ഉണ്ടത്. ഈ ലോകത്തിൻ്റെ ഈസ്റ്റ്, കിഴക്ക്. പടിഞ്ഞാറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ കാലത്ത് തമ്മിൽ തല്ല് രൂക്ഷമൊക്കെയാണ്, ഭയങ്കര ഒരു സങ്കീർണമായ അവസ്ഥയൊക്കെയാണ്. പടിഞ്ഞാറിൽ വേണ്ടത്ര സംസ്കാര പുരോഗതിയൊന്നും ആരംഭിച്ചിട്ട് പോലും ഇല്ല എന്നാണ് തോന്നുന്നത് അക്കാലത്ത്. ഒരുമാതിരി ഒരു ആറ്റിറ്റ്യൂഡ് ഈസ്റ്റിലാണുള്ള സംസ്കാരം. ഇവിടുന്ന് പോയി ആ തുർക്കി വരെയൊക്കെയാണ്. അവിടെ നിന്നൊക്കെ കൂടി എല്ലാ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താനാണ് നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ ദാനവന്മാരുണ്ട്. ദാനവന്മാർ അവരുടെ മായാവിദ്യകൾ കൊണ്ട് പരീക്ഷിച്ചതായിട്ടൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായി. അവരുടെ ഉദ്ദേശം ഒരുപക്ഷെ ഇതായിരിക്കാം, ഇദ്ദേഹം യുദ്ധം ചെയ്തിട്ട് ചയമന എന്ന് പറഞ്ഞ രാജാവ് യുദ്ധം ചെയ്ത് ഇവരൊക്കെ കൂടെ നിന്ന് സുദാസയെ തോൽപ്പിച്ച് രാജ്യം പിടിച്ചടക്കി. ആര് കണ്ടു? ഇനിയും ഇദ്ദേഹത്തെ ഒരുപക്ഷെ ചതിച്ചു കൊല്ലുമായിരിക്കും ചയമനയെ. ആര് കണ്ടു? നമുക്കറിയില്ലല്ലോ. ചരിത്രം പിന്നോട്ട് നോക്കിയാൽ ഇത്തരം സംഭവങ്ങളാണ് കാണുന്നത്. അവിടെ നിന്നുള്ള രാജാക്കന്മാർ അവർ ഈ ബ്ലാക്ക് മാജിക്കും മായാവിദ്യകളും ദാനവരുടെ വിദ്യകളും പരിശീലിച്ചവരായിരുന്നു. അങ്ങനെ കഥ പുരോഗമിക്കുന്നു. ഈ കഥയിൽ പിന്നീട് ഒരു ഡോക്ടറെ പറ്റി പറയുന്നുണ്ട്, രാജാവിൻ്റെ റോയൽ ഫിസിഷ്യനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി, കാടുകളിൽ പോയി, നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് കാടുകളിൽ പോയി മരുന്ന് ശേഖരിക്കാൻ പോയതും സോമരസത്തിൻ്റെ വള്ളി ശേഖരിക്കാൻ പോകുന്നതും ആ കഥയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആക്രമണം നേരിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ശത്രുക്കളുടെ രക്ഷയിൽ നിന്ന് ആർമി രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടുത്തെ സൈനികരൊക്കെ കാവൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വിദേശികളുടെ ആളുകൾ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വിസിറ്റിംഗ് വിസ എന്ന് പറയുന്ന മാതിരി വിസിറ്റേഴ്സിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഇവിടെയൊക്കെ നടക്കുന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ സുദാസയുടെ രാജ്യം ആ കശ്മീരിൻ്റെ അപ്പുറം അവിടെയുള്ള ആ ബോർഡർ, അതിൻ്റെ അപ്പുറം ഗാന്ധാരമൊക്കെയാണ് പറയുക. അവിടെയൊക്കെ ഇവർ നടക്കുന്നു. ഇവരൊക്കെ നടക്കുന്നു. ഈ വിസിറ്റേഴ്സിൻ്റെ രൂപത്തിൽ ഇവരൊക്കെ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഇവരൊക്കെ ചിലർ ചാരപ്പണി ചെയ്തതായിട്ടാണ് പറയുന്നത്. ചാരപ്പണിക്ക് വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ മെയിൻ നടക്കുന്ന രാജ്യത്ത് ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. അവരൊക്കെ കണ്ടു. പിന്നെയാണ് യുദ്ധം തുടങ്ങുന്ന. അവസാനം ഇവർ ഭാരതത്തിൻ്റെ രീതി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭയങ്കര യുദ്ധം, എപ്പിക് ബാറ്റിൽ എന്നാണ് പറയുന്നത്. നടക്കുകയാണെങ്കിൽ ആദ്യം ഒരു സമാധാനം, ഒരു ദൂതനെയായിരിക്കും. അതാ ക്ഷത്രിയ രാജാവിൻ്റെ രീതി. ക്ഷത്രിയ രാജാവ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ നിയമം പാലിക്കുന്നയാളാണ് ക്ഷത്രിയൻ. മറ്റേത് വെറും രാജാവാണ്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ തന്ത്രമുള്ളയാളാണ്, താന്ത്രികനാണ് അയാൾ. പ്രകൃതിയുടെ നിയമങ്ങൾ പാലിക്കും ക്ഷത്രിയ രാജാവ് എൻ്റെ രീതി അത് തന്നെയാണ്. ആദ്യം സമാധാനത്തിനായി ദൂതനെ അയക്കുന്നുണ്ട്. ദൂതനായിട്ട് പോയത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ്, ഇദ്ദേഹത്തിൻ്റെ സുദാസ എന്ന് പറഞ്ഞ രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ദേവദാസ എന്ന് പറഞ്ഞ ആളാണ് അതിന് പോയത്. അദ്ദേഹം അവിടെ പോയി കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ചെയ്തു. നോക്കുമ്പം അവിടെ കണ്ടതെന്താന്ന് വെച്ചാൽ ഈ രവി എന്ന് പറഞ്ഞ നദിയുണ്ട്. പഞ്ചാബിലെ 5 നദികളുണ്ടല്ലോ അക്കാലത്ത്. അതിൽ രവിൻ്റെ തീരത്താണ് യുദ്ധം നടക്കുന്നത്. അവിടെ നോക്കുമ്പം വെള്ളം കുറവായിട്ടാണ് കാണുന്നത്. നോക്കുമ്പം ഡാം പണിതിട്ടിട്ടുണ്ട്. ഈ സുദാസ രാജാവിൻ്റെ അതിർത്തിയിലുള്ള വെള്ളം ഇത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന പോലെ ഡാം തമ്മിൽ ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന പോലെ ഇവർ ഡാം പണിതിട്ട് ആ പുഴയ്ക്ക് ആഴം കുറച്ച് വെള്ളം തിരിച്ചു വിട്ടിട്ട് അതിലൂടെ ഈ സോൾജേഴ്സിന് കയറി അറ്റാക്ക് ചെയ്യാൻ രീതിയിലുള്ള സാമർഥ്യം കാണിച്ചു വെച്ചിരിക്കുന്നവർ. അത് ഇവർക്ക് മനസ്സിലായത് കണ്ടപ്പോൾ ഇതാണ് സംഭവം. അവിടെ ആ പുഴയ്ക്ക് ഭയങ്കര ആഴമായിരുന്നു. അതിലൂടെ ക്രോസ് ചെയ്ത് വരാൻ നന്നേ ബുദ്ധിമുട്ടും. തോണിയിൽ വരാൻ സോൾജേഴ്സ് അത് ക്രോസ് ചെയ്ത് വന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഭാരതമായിട്ട്. അപ്പോൾ ആ ക്രോസ് ചെയ്ത് വരുമ്പം ഇപ്പുറത്തുനിന്ന് ഇവർ എയറോസ് അയച്ചിട്ട് അവരെ എളുപ്പത്തിൽ കൊല്ലാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പുഴയിലുള്ള വെള്ളം വറ്റിച്ച് ഡാം ക്രിയേറ്റ് ചെയ്ത് കൃഷി ആവശ്യത്തിനെന്ന് പറഞ്ഞ് വെള്ളം ഡൈവേർട്ട് ചെയ്ത് ആഴം കുറച്ച് പട്ടാളക്കാർക്ക് ഇതിലൂടെ എളുപ്പം സഞ്ചരിക്കാനുള്ള മാർഗം സൃഷ്ടിച്ചാണ് ശത്രുക്കൾ. ആരുടെ ശത്രു? സുദാസയുടെ ശത്രു, ഈ രാജാവിൻ്റെ ശത്രു,
ചയമന എന്ന രാജാവിൻ്റെ കൂടെയുള്ള കോൺഫെഡറേഷൻ ഓഫ് 10 കിങ്സ്. അവരുടെ തന്മറൊക്കെ പിന്നീടാണ് മനസ്സിലാകുന്നത്. അറിയാം, ഇതിൽ പറയുന്നുണ്ട് മായാവാദികളാണ്, ദാനവറാണ് അവരുടെ കൂടെയുള്ളത്. മായാജാലം, ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരുമായിട്ട് ഇദ്ദേഹം ചേർന്നെങ്കിൽ അത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. അതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ ചരിത്രത്തിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ ധൈര്യമില്ലായിരുന്നു എന്നായിരിക്കാം അദ്ദേഹം കണ്ടത്. ആര് കണ്ടു? ആ യുദ്ധം പിന്നീട് പുരോഗമിക്കുന്നു. യുദ്ധം പുരോഗമിക്കുമ്പോൾ അവസാനം ഈ സുദാസ എന്ന രാജാവിൻ്റെ പുരോഹിതൻ ആരാന്ന് വെച്ചാൽ വസിഷ്ഠ മഹർഷിയാണ്. മറ്റേ ചയമന എന്ന രാജാവിൻ്റെ പുരോഹിതൻ ആരാന്ന് വെച്ചാൽ വിശ്വാമിത്ര മഹർഷിയാണ്. വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ വസിഷ്ഠ മഹർഷി സ്ഥിരമായി ഇന്ദ്രനെ പ്രീതിപ്പെടുത്തി പ്രത്യക്ഷപ്പെടുത്തുന്നയാളാണ്. അദ്ദേഹം വിളിച്ചാൽ ദേവേന്ദ്രൻ അദ്ദേഹത്തിന് വസിഷ്ഠ മഹർഷിയുടെ മുമ്പിൽ വരും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ദേവേന്ദ്രൻ ഇദ്ദേഹം മുന്നിൽ വരുന്നുണ്ട്. ഇത് കാണുന്നുണ്ട് ആളുകൾ. ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം വന്നുവെന്നും എന്നിട്ട് പിന്നീടാണ് അവസാന നിമിഷം യുദ്ധം മൂർച്ഛിച്ചു വരുമ്പം കനത്ത യുദ്ധം നടക്കും. ഒരുപാട് ആളുകളുണ്ട്. ഈ 10 രാജാക്കന്മാരുടെ ആളുകളുണ്ട്. പല വിദേശീയരായ ആളുകളൊക്കെ ഉണ്ട്. അന്ന് വിദേശികളല്ല, അതൊക്കെ ഭാരതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായോ? അന്ന് വേദിക് എംപയർ എന്ന് പറഞ്ഞാൽ മുഴുവൻ ലോകവും ഭാരതത്തിലെ ചക്രവർത്തി ഭരിക്കുന്ന കാലം ഉണ്ടായിരുന്നു. പിന്നീട് കുറഞ്ഞു വരിക ചെയ്തു. ഇവരൊക്കെ ഈ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചിട്ട് തലകുത്തിക്കുന്ന ചരിത്രമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ യയാതി എന്ന് പറഞ്ഞ രാജാവ് 5ആയി പകുത്തു ഭരണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. പിന്നീടാണ് അവിടെ അൺറസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അവിടെ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. വിസിറ്റേഴ്സായിട്ട് നെയ്ബറിംഗ് ഹുഡ് സ്ഥലത്തൊക്കെ വന്ന് മണം പിടിക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു എന്നാണ്. അപ്പം അവസാനം വരുന്നത് തകർത്ത് മഴ പെയ്യും. യുദ്ധത്തിൻ്റെ അവസാനം ഇദ്ദേഹം സുദാസ എന്ന രാജാവാണ് വിജയിക്കുന്നത്. അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പുഷ്യമിത്രൻ എന്ന യക്ഷരാജാവായിരുന്നു. സർവസ്വവും സമർപ്പണം ചെയ്ത് യക്ഷർ ചെയ്ത യുദ്ധം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന യുദ്ധം, ദ ബാറ്റിൽ ഓഫ് 10 കിങ്സ്. ലോകത്തെ മുഴുവൻ ഒരു രാജാവ് വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് തോൽപ്പിച്ച കഥയാണത്. ഈ ചയമന എന്ന് പറഞ്ഞ രാജാവിനെ കൂടെ ഇവർ നിന്നുവെന്നും യുദ്ധം ചെയ്തു എന്നാണ് ചരിത്രം. അത് വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും പിന്നീട് വസിഷ്ഠ മഹർഷി അംഗീകരിച്ച് അദ്ദേഹത്തെ ബ്രഹ്മർഷിയായി അംഗീകരിച്ച് പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇന്ദ്രഭഗവാനെ വെല്ലുവിളിച്ച് പാരലൽ വേൾഡ് സൃഷ്ടിച്ചു എന്നാണ് ചരിത്രകഥ. അങ്ങനെ വിശ്വാമിത്രൻ എന്നുള്ള പേര് നൽകി അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ച് ഇരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണത്. അങ്ങനെ പിന്നീട് യുദ്ധാവസാനത്തിൽ തകർത്ത് മഴ പെയ്യുന്നു. ആ ഡാം പൊളിയുക ചെയ്യുന്ന അവസാനം. ഡാം പൊളിഞ്ഞിട്ട് വെള്ളം മുഴുവൻ പുഴയിലൂടെ ഒഴുകി വന്ന് ഈ സോൾജേഴ്സ് ക്രോസ് ചെയ്യുന്ന പുഴയുടെ അടുത്ത് ഉഗ്രൻ കുത്തിയൊലിക്കുന്ന വെള്ളം വന്ന് എല്ലാം ഒഴുകി മരിച്ചു പോവുക ക്രോസ് ചെയ്യുന്നവരൊക്കെ. അത് കടക്കാൻ പറ്റാതെ കറക്റ്റ് സമയത്ത് ഇദ്ദേഹം ഇന്ദ്രപ്രീതി നടത്തിയിരുന്നല്ലോ വസിഷ്ഠ മഹർഷി പുരോഹിതൻ. അതിൻ്റെ ഫലമായി കിട്ടിയ വരമാണ് പ്രകൃതിയിൽ നിന്ന്. അദ്ദേഹം അത് ചെയ്തു എന്നാണ്. അക്കാലത്ത് അങ്ങനെ ചെയ്തു ദേവന്മാർ എന്നാണ്. കാരണം ഇവരെ ദുരുദ്ദേശം ഇതായിരുന്നു. ഡാം പണിയുന്നതിൻ്റെ പുറകിൽ ഈ വെള്ളം കുറച്ചിട്ട് ഇതിലൂടെ ഇൻവേഡ് ചെയ്യാൻ വരണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അതിന് പകരമായിട്ട് ദേവേന്ദ്രൻ ആ സമയത്ത് ഇദ്ദേഹം അഭ്യർത്ഥിച്ച പ്രകാരം, രാജഗുരുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം കൃത്യസമയത്ത് തകർത്ത മഴയുടെ ദേവനാണ് ഇന്ദ്രൻ. തകർത്ത് മഴ പെയ്യിച്ചു. ഡാം പൊളിഞ്ഞ് പാപ്പലായി. ഡാം പൊളിഞ്ഞ് വെള്ളം കുത്തി ഒഴുകാൻ തുടങ്ങിയപ്പോൾ പട്ടാളക്കാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നവരൊക്കെ മുങ്ങി മരിച്ച് ഒഴുകിപ്പോയി. കുത്തി ഒലിച്ച് വെള്ളം വന്നപ്പോൾ പെട്ടെന്ന്. ഇതാണ് കഥ. അങ്ങനെ ഇയാൾക്ക് വിജയം കിട്ടിയ കഥയാണ്. സുദാസ എന്ന രാജാവിന് വിജയം കിട്ടിയ കഥ. ഭാരത സംസ്കാരം എല്ലാ വിദേശ ശത്രുക്കളെയും അതിജീവിച്ച കഥ. മനോഹരമായ കഥ. ലോകത്തിലെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന കഥയാണ് ദ ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ഹറപ്പ 3. മനോഹരമായ കഥ. മുഴുവൻ വായിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അതിൽ സൗത്ത് ഇന്ത്യയിലെ രാജാക്കന്മാർ ഈ സുദാസ എന്ന് പറഞ്ഞ രാജാവിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നോർത്ത് ഇന്ത്യയിൽ നടന്ന കഥയാണ്. ഇവർ പെനിട്രേറ്റ് ചെയ്തിട്ട് നോർത്ത് വെസ്റ്റ് ബോർഡർ ഉണ്ടല്ലോ, രാജസ്ഥാൻ്റെ അതാണ് മരുഭൂമി പോലെയൊക്കെ കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ കനത്ത യുദ്ധം നടന്നിട്ടേ ഇവർ ക്രൂരത കാണിച്ചിട്ട് അവർക്കൊക്കെ നല്ല ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. ഒട്ടാകെ മരുഭൂമി പോലെയായി പോയ കഥയൊക്കെയാണൊക്കെ. പ്രകൃതിയൊക്കെ ആ ഭാഗത്തുള്ളതൊക്കെ നമ്മുടെ കന്യാകുമാരിക്ക് സമീപമുള്ള കുമാരീകാന്ഡം മുങ്ങിപ്പോയ ദുർമന്ത്രവാദ കഥയുണ്ട്. ഭീകരമായ കഥ. അതിനെ വെല്ലുന്ന കഥ തന്നെയാണിത്, ദുർമന്ത്രവാദീൻ്റെ കഥ. അതും ഇതുപോലെ മുങ്ങിപ്പോയതാണ് ചെയ്യുന്നത്. കുമാരീകാന്ഡം മുങ്ങിപ്പോയതും കേരളം ഒരു നേരോ സ്ട്രിപ്പായി ഇന്ന് കാണുന്ന പോലെ അവശേഷിച്ചു. നല്ല രീതിയിൽ പിന്നെയും മുന്നോട്ട് പോയെങ്കിലും അതാണ്. അതുപോലെ ഇത് ഈ ഭൂമി ഒട്ടാകെ മരുഭൂമിയായ കഥയോടെ നടന്ന യുദ്ധത്തിൻ്റെ തെളിവാണത്. പിന്നെ അങ്ങനെയാണ് ജയിക്കുന്ന യുദ്ധം. ആ യുദ്ധം ജയിച്ചു എന്നും ഭാരതം പിന്നീടും മുന്നോട്ട് പോയിരുന്നു. യക്ഷർ ചെയ്ത സമർപ്പണവും യുദ്ധവുമാണ് അത്. അവരുടെ സർവസ്വവും സമർപ്പണം ചെയ്ത യുദ്ധം
അതിൽ നേടിയ വിജയം. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത്, പിന്നീട് സംസ്കാരം തുടങ്ങുന്ന മൊഹൻജദാരോ ഹറപ്പ എന്ന് പറയുന്ന സംസ്കാരം തുടങ്ങുന്നത് ബ്രിട്ടീഷ് ചരിത്രമാണത്. ബ്രിട്ടീഷ് ചരിത്രത്തിൽ പറയുന്നത് മൊഹൻജദാരോ ഹറപ്പ എന്നാണ് ഇന്ത്യൻ സംസ്കാരം തുടങ്ങിയതെന്ന് അവർ പറയുമെങ്കിൽ അവർക്കറിയാം. കാരണം അവരുടെ പുസ്തകങ്ങളിലും വിദേശ പുസ്തകങ്ങളിലും അത് പറയുന്നുണ്ട്, ഈ ബാറ്റിലിനെ പറ്റി പറയുന്നുണ്ട്. അവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അവർ തെളിവില്ല എന്ന് പറഞ്ഞ് അംഗീകരിക്കാതിരിക്കുന്ന സമ്പ്രദായം അവർക്കുള്ളത്. അപ്പം ചരിത്രം ട്രസ്റ്റ് വർത്തിയാണെങ്കിൽ അത് അംഗീകരിക്കണം. ട്രസ്റ്റ് വർത്തിയാണെങ്കിൽ തോന്നുന്നെങ്കിൽ തെളിവ് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. തെളിവ് അന്വേഷിക്കുന്നു എന്ന് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ തെളിവ് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കഥ. അതുകൊണ്ടാണ് അത് ഇന്ത്യൻ സംസ്കാരം മൊഹൻജദാരോ ഹറപ്പ എന്ന് 2500 പരം വർഷങ്ങൾ മുമ്പാണ് തുടങ്ങിയെന്നും മഹാഭാരതം എന്നാണ് യുദ്ധമൊക്കെ പുളുവാണെന്നൊക്കെ പറയുന്നത് ഇത്തരം ആളുകളാണ്. ഇവർക്ക് ആരെ അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ ഒരു ബാറ്റിലാണ് അതിൻ്റെ തെളിവ്, ദ ബാറ്റിൽ ഓഫ് 10 കിങ്സ്. അത് എല്ലാ സാഹിത്യത്തിലും ഇതിലുണ്ട്, ഋഗ്വേദത്തിലുണ്ട്, ഭാരതത്തിലെ വിദേശികളുടെ പുസ്തകങ്ങളിലും അതുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്. കാരണം അവർക്ക് തെളിവില്ല എന്നാണ് അവർ പറയുന്നത്. അതാണ് ചരിത്രം, ബാറ്റിൽ ഓഫ് 10 കിങ്സ്. ഇത് വീർ സവാർക്കറുടെ പുസ്തകമുണ്ട്. ഇത് ഇന്ത്യയുടെ ചരിത്ര പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പോയിൻ്റായിട്ട് എഴുതിയ 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ആ പുസ്തകത്തിൽ പുഷ്യമിത്രൻ എന്ന പേര് പരാമർശിക്കുന്നുണ്ട്. പുഷ്യമിത്രൻ തന്നെയാണ് പറയുന്നത്. അത് ഒറിജിനൽ അദ്ദേഹത്തിൻ്റെ യക്ഷരാജാവിൻ്റെ പേരാണ്. അദ്ദേഹത്തെ സുദാസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് മൗര്യന് ശേഷം മൗര്യനിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളുണ്ടായിരുന്ന കാലത്ത്. അതിനുശേഷം ഒരു സേനാനായകനുണ്ടായിരുന്നു പുഷ്യമിത്രൻ എന്നുള്ള പേരിൽ. അത് വേറെ ഒരാളാണ്, അശുങ്ക എന്ന് വിളിക്കുന്ന ആളാന്ന് തോന്നുന്നുണ്ട്. മൗര്യൻ്റെ കാലത്താണ് നടന്നത്. അത് അലക്സാണ്ടർ പരാജയപ്പെട്ടതിന് ശേഷം ഇവർ ചെയ്തു വെച്ച പോക്രായത്തരാണ് ഇതൊക്കെ. ഇയാളെ ചയമന എന്നുള്ള രാജാവ് എന്തുകൊണ്ട് ഇവരെ കൂടെ നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ രാജ്യത്തിലുള്ള ആളുകളാണ് ഇവരൊക്കെ. അതായത് വിദേശികളല്ല. വിദേശികൾ എന്നറിയപ്പെടുന്ന പിന്നീടാണ്. ഇതൊക്കെ ഭാരതത്തിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങൾ ആ കാലത്ത്. കൊടികുത്തി വാഴുന്ന രാജാവാണ് ചക്രവർത്തി. അവർ തമ്മിലുള്ള യുദ്ധം. കാരണം അവർ പറയുന്ന ആളുകൾ അസംതൃപ്തരാണ്. ഒട്ടാരം വിഭാജിച്ചതിൽ ആളുകൾ ഞങ്ങളുടെ ഗ്രാബ്ഡ് അവർ ലാൻഡ് എന്നുള്ളതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത്. അതിന് സമാധാന ദൂതനെ അയച്ചു. ആ സമാധാന ദൂതൻ പരാജയപ്പെട്ടു. ഇവർ പറയുന്നത് നിരുപാധികമായി കീഴടങ്ങിയിട്ട് ലാൻഡ് കൊടുക്കാനൊക്കെ അവർ പറയുന്ന അഹങ്കാരത്തോടെ. ഇവർ കോപം കൊണ്ട് ഉറയ്ക്കുന്നത് കേട്ടിട്ട് ഇത്രയ്ക്ക് അഹങ്കാരം എന്നുള്ള ഭാഗത്തിൽ. എന്നിട്ട് ആ യുദ്ധം തുടങ്ങുന്നത് ആ സമാധാന ശ്രമം പരാജയപ്പെട്ടതിന് ശേഷം. അതാണ് കഥ. ഹറപ്പ 3 ദ ബാറ്റിൽ ഓഫ് 10. ഇതിൻ്റെ 1-2 പുസ്തകമുണ്ട്. ഇത് 3ാമത്തെ പുസ്തകമാണ്, ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന പുസ്തകം. ശങ്കരൻ കശ്യപ് എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു. അദ്ദേഹം UK ബേസ്ഡ്. അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ഇൻ്റർനെറ്റിൽ കണ്ടു. നല്ല പുസ്തകം. ഒരുപാട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചരിത്രം. നല്ല പ്ലെയിൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, റോയൽ ഭാഷയിൽ എഴുതിയിരിക്കുന്നു. വായിക്കാൻ നല്ല ഫ്ലോ കിട്ടുന്ന ഭാഷ, സുഖമായി വായിക്കാവുന്ന പുസ്തകമാണ്. ഒരു നല്ല ചരിത്ര പുസ്തകം, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന പുസ്തകം. പിന്നെ ഇതിൽ കുറച്ച് ഇമാജിനേഷനൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊരു ചരിത്രകാരൻ്റെ രീതിയിൽ, ഒരു കഥാകൃത്തിൻ്റെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇമാജിനേഷൻ ഉണ്ടായിരിക്കാം, പക്ഷേ അത് അതിമനോഹരമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഈ റിവ്യൂ കേട്ടതിന് വളരെ നന്ദി. നമസ്കാരം. താങ്ക് യു.